ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം കല്യാണത്തിന് മുമ്പേ എനിക്കറിയായിരുന്നു. ആ സ്ഥാപനത്തിൽ വേറെ പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പീഡിപ്പിക്കപ്പെട്ടത് മാത്രമല്ല സംഭവം, ആ നടത്തിപ്പുകാർ തന്നെ ഒരു തെറ്റായ രീതിയിലാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പല ഉദാഹരണങ്ങളും വന്നു. അവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്ത ഒരു പയ്യനെ പോലും സ്വന്തം അമ്മയാണ് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത്. ജീവമാതാ കാരുണ്യ ഭവൻ എന്ന തട്ടിപ്പ് സ്ഥാപനത്തിനെതിരെ കെനഡി ചാക്കോ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ ദ ഫൈനൽ ന്യൂസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മീഡിയ ചാനലിൽ വന്നിരുന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. നസീമ എന്ന് പറയുന്ന ആ ഒരു അനാഥ മന്ദിരത്തിലെ 44 വയസ്സുള്ള ഒരു അന്തേവാസി മരണപ്പെട്ട വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടു കാണും. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സീസ് ഈ അടുത്ത് 2 ദിവസം മുമ്പെയൊക്കെ കിടന്ന് കറങ്ങുന്നത് ഞാനും കണ്ടതാണ്. അപ്പോൾ ആ ഒരു ലേഡിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹം സംസാരിച്ച് തുടങ്ങുന്നത് ഈ ഒരു ഇൻ്റർവ്യൂവിൽ. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഒരു ലൈക്കൊക്കെ തരിക. പിന്നെ വേറൊരു കാര്യം കൂടെ, 2 ദിവസമായിട്ട് ഈ ഒരു അനാഥ മന്ദിരവുമായി ഞാൻ ചെയ്യുന്ന വീഡിയോ അടിയിൽ വരുന്ന ഒരു കമൻ്റ് ഉണ്ട്. അത് വേറൊന്നുമല്ല, നീ അല്ലടാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമേ വീഡിയോ ചെയ്തത്, വേറെ പല ആൾക്കാരുമാടാ, നീ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വരണ്ടടാ എന്ന് പറഞ്ഞിട്ടുള്ള 1-2 ഈ തലയും പാലും ഇല്ലാത്ത ഈ ഐഡിയകളുണ്ടല്ലോ, അതിനകത്തുനിന്നുള്ള കമന്റുകളാണ്. അപ്പോൾ നമുക്കറിയാടെ ഇതാരാ ഇടുന്നതെന്നൊക്കെ. പക്ഷെ പൊക്കി എടുത്തോണ്ട് നമ്മൾ വരുന്നൊന്നുമില്ല. താല്പര്യമില്ല, എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ഒരു ഇറച്ചി കഷ്ണത്തിന്റെ പുറകെ ഈ 5-6 പട്ടികൾ കിടന്ന് മറ്റേ കടിപിടി കൂടത്തില്ലേ, എനിക്ക് അതിന് താല്പര്യമില്ല. എനിക്കൊന്നിൻ്റെയും ക്രെഡിറ്റ് വേണ്ട. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഈ ചാനലിനകത്ത് ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു അനാഥാലയവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്നാണ് വീഡിയോ ഇടാൻ തുടങ്ങിയെന്ന്. ഏകദേശം 10-14 ദിവസം, എനിക്ക് തോന്നുന്നു 13 ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു അനാഥാലയവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തത്. അതിനുശേഷം ദ വെരി നെക്സ്റ്റ് ഡേ ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്തു. ആ 2 വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. അതിനുശേഷം വേറെ കണ്ടന്റുകളും ഞാൻ ചെയ്യാൻ പോയി. ഞാൻ ഈ അനാഥാലയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തതിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്, ഇനി ഇതുപോലുള്ള അനാഥാലയങ്ങളിൽ കുട്ടികൾക്ക് പീഡനങ്ങൾ സംഭവിക്കരുത്. പിന്നെ ഈ ഒരു അനാഥ മന്ദിരത്തിലെ കുട്ടികൾ എവിടെയെങ്കിലും സേഫായി എത്തണം. ഞാനത് മുമ്പും ഒരു വീഡിയോയിൽ പറഞ്ഞതാണേ. അതുപോലെ തന്നെ ഈ ഒരു അനാഥ മന്ദിരത്തിലെ കുട്ടികളൊക്കെ ഇപ്പോൾ സേഫ് ആയിട്ടുണ്ട്. എനിക്കത് മതി. വേറെ പ്രത്യേകിച്ച് ക്രെഡിറ്റ് ഒന്നും എടുത്ത് തലേ വെച്ചിട്ട് ഇവിടെ കിടന്ന് തുള്ളിച്ചാടിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. അതെനിക്ക് വേണ്ടാതാനും. കാരണം എനിക്ക് വേറെ കണ്ടന്റുകളുണ്ട്, ഞാൻ അതിൻ്റെ പുറകെ പോകും. പിന്നെ സോഷ്യൽ മീഡിയയിൽ എന്നെപ്പോലെ ഒരുപാട് ആളുകളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെളിവാറി എറിഞ്ഞ് ഇതിൻ്റെ ഒന്നും എനിക്ക് താല്പര്യമില്ല. കാരണം ഇത് മാത്രമല്ല എൻ്റെ ജീവിതം, എനിക്കിത് മാത്രമല്ല, എനിക്ക് വേറൊരു പേഴ്സണൽ ലൈഫും കൂടെ ഉണ്ട്. എനിക്ക് അവിടെ സമാധാനം വേണം. അല്ലാതെ 24 മണിക്കൂർ ഈ കണ്ടന്റിന്റെ പേരും പറഞ്ഞ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഫോൺ വിളിയായിട്ടിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞ് താല്പര്യമില്ല. പിന്നെ നിങ്ങളെല്ലാവരും, എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, സോഷ്യൽ മീഡിയയിൽ പലരും നമുക്ക് സുഹൃത്തുക്കൾ കാണും. എനിക്കും എന്നെ പോലെ റിയാക്ഷൻ ചെയ്യുന്ന ആളുകളൊക്കെ കാണൂടെ, സുഹൃത്തുക്കളൊക്കെ കൈയിട്ട് തോളത്തോടെ നടക്കാനൊക്കെ കാണും. പക്ഷേ സംസാരിക്കുന്നവരെ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നവരെ ഉണ്ടല്ലോ, റെക്കോർഡൊക്കെ ചെയ്ത് വെച്ച് നാളെ എങ്ങനെ ഇവന് പണി കൊടുക്കാം എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകളൊക്കെ കാണും. എനിക്കെന്തായാലും ഇതിനൊന്നും സമയമില്ല ഈ റെക്കോർഡ് ചെയ്ത് വെക്കാൻ. എനിക്ക് വേറെ പണിയുണ്ട്. പേഴ്സണൽ ലൈഫ്, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യുന്ന, ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിയൽ ലൈഫിലുള്ള പരിപാടികൾ എനിക്കിതിവിടെ തീരും. അല്ലാതെ ഞാൻ എൻ്റെ റിയൽ ലൈഫിലോട്ട് എടുത്തുകൊണ്ട് വരില്ല. ഞാൻ അതും കൂടെ ഇവിടെ ഒന്ന് പറഞ്ഞ് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഉദ്ദേശം അത് ഏകദേശം ഇവിടെ നടന്നിട്ടുണ്ട്. പിള്ളേരൊക്കെ സേഫാണ്. അതല്ലാതെ ഈ ഉദയ ഗിർജ എന്ന് പറയുന്ന ചേച്ചിയെ പോലീസ് ജീപ്പിൽ കയറ്റിയിരുത്തി ജയിലിൽ കൊണ്ടുപോയി ഉണ്ട തീറ്റിച്ചേക്കാന്നൊന്നും എനിക്കില്ല. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചാൽ തന്നെ നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഇദ്ദേഹം, അതായത് ഈ കെനഡി ചാക്കോ എന്ന് പറയുന്ന ചേട്ടൻ, അല്ലെങ്കിൽ ഈ ഒരു സാറ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വലിയ വലിയ ഹോൾഡുകളാണ് ഈ ഉദയ ഗിരിജയ്ക്കൊക്കെ. ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ തന്നെ നോക്കിക്കോ, 100 ക്രൈംസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അതിലെ എത്ര ക്രൈംസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ ശിക്ഷ കിട്ടുന്നുണ്ട്? അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇവിടെ ഈ ഉദയ ഗിരിജയെ പോലുള്ള ആളുകൾ ഇപ്പോഴും ബോക്സോ ഒക്കെ വന്നിട്ടും എവിടെയോ പോയി ഒളിച്ചിരിക്കുക. വല്ലതും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇതിപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, അതിൽ ഞാൻ ഹാപ്പിയാണ്. ആ ഒരു സ്ഥാപനം പൂട്ടും, പിള്ളേർ സേഫാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ഇനിയും ഇതുപോലുള്ള അനാഥ മന്ദിരത്തിലെ ഉടമസ്ഥകൾക്ക് അല്ലെങ്കിൽ ഉടമസ്ഥന്മാർക്ക് ഇതുപോലുള്ള ചട്ടത്തരങ്ങൾ കാണിക്കാൻ ഒരു പേടി വരും. അത് മതി. അതിൻ്റെ അപ്പുറത്തേക്ക് ഇവർ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, നല്ല കാര്യം. പക്ഷേ
സ്വപ്നത്തിലായിരിക്കും അതൊക്കെ. എന്താണെങ്കിലും നമുക്ക് കെനഡി ചേട്ടൻ പറയുന്ന കാര്യങ്ങളിലേക്ക് ഇനി അങ്ങോട്ട് പോകാം. നസീമ മരണപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം 9-ാം തീയതിയാണ്, സെപ്റ്റംബർ 9-ാം തീയതിയാണ് നസീമ മരിക്കുന്നത്. 10-ാം തീയതി രാവിലെയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. സംഭവം അറിയാൻ കാരണം നസീമയുടെ ആധാർ കാർഡ് എൻ്റെ കൈവശമായിരുന്നു. അതുകൊണ്ട് ആധാർ കാർഡ് ചോദിച്ചാണ് അവർ വിളിച്ചത്. അവർ വിളിച്ചപ്പോൾ പറഞ്ഞത് പെട്ടെന്ന് തല കറങ്ങി താഴെ വീണ് ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് മരിച്ചതെന്നാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷം അവരുടെ സഹോദരൻ്റെ നമ്പർ വാങ്ങിക്കുന്നു, നമ്പർ കൊടുക്കുന്നു. സഹോദരനോട് അവർ പറഞ്ഞത് വൈകിട്ട് ചായ കൊടുക്കാൻ നേരത്ത് ചായയും കൊണ്ട് ചെന്നപ്പോൾ മരിച്ചു കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ടും തമ്മിൽ പൊരുത്തപ്പെടാത്ത ഒരു ഇത് വന്നതുകൊണ്ട് നമ്മുടെ ഒരു ചെറിയ എളിയ അറിവ് വെച്ച് പലയിടത്തും ഞാൻ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് നസീമയ്ക്ക് തലക്കടിയേറ്റിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം സുഖമില്ലാതെ കിടപ്പായിരുന്നു, ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടേ ഇല്ല, അങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിഞ്ഞു. സംഗതി മനസ്സിലായല്ലോ. തലക്കടിച്ചു കൊന്നു, അത്രേ ഉള്ളൂ. തലക്കടിച്ചങ്ങ് കൊന്നു. ആര് ചോദിക്കാൻ? ഈ നസീമയ്ക്ക് 2 സഹോദരന്മാരാണ്. നസീമ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് മെൻ്റലി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതല്ലാതെ വേറെ അവർക്ക് ശാരീരികമായി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ മെൻ്റലി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. യൂറിനൊക്കെ അറിയാതെ പോകും. മനസ്സിലായില്ലേ? അത് നമ്മുടെ ഉദയാഗിരിച്ച ചേച്ചിക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി കാണും. അതിൻ്റെ പേര് തലക്കടിച്ച് നൈസായിട്ട് അങ്ങ് തീർത്തു. എന്നിട്ട് ആരും ചോദിക്കാനില്ല. വെള്ളെ ചേട്ടന്മാരൊക്കെ ആയിട്ടാണ് നമ്മുടെ ഉദയാഗിരിജയ്ക്ക് കണക്ഷൻ. അത് പലതരത്തിലുള്ള കണക്ഷനാണെന്നാണ് ഇപ്പം അറിയാൻ സാധിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് പല കഥകൾ വരുന്നുണ്ടേ. ഇതിപ്പം ഇത്രയും ഓപ്പൺ ആയിട്ട് ഒരാൾ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാം, കംപ്ലീറ്റ്ലി നമുക്ക് വിശ്വസിക്കാം. ഒന്നുമില്ലാതെ അദ്ദേഹം വന്നിരുന്നത് പറയില്ല. മനസ്സിലായില്ലേ? അദ്ദേഹം പറയുന്നതൊക്കെ കേട്ടില്ലേ? ആദ്യമേ ഒരു കഥ പറഞ്ഞു ആ ഒരു നസീമയുടെ വയ്യാഴികയുമായി ബന്ധപ്പെട്ട്. രണ്ടാമത് കുടുംബക്കാരെ വിളിച്ചിട്ട് വേറെ കഥ പറഞ്ഞു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഉഡായിപ്പാണ് എന്ന്. പിന്നെ ആ ഒരു കുടുംബക്കാർ ഇതിൻ്റെ ഒന്നും പുറകെ പോകാത്തത് എന്തിന്? ഇതിൻ്റെ പുറകെയൊക്കെ പോകണം. ഇതിൻ്റെയൊക്കെ പുറകെ പോയിട്ട് എന്താവും? ഒന്നാമത് സ്വന്തം പെങ്ങൾക്ക് വയ്യാതെയായി അവരെ കൊണ്ടൊന്ന് തട്ടി മാറ്റിയതാണ്, നോക്കാൻ വയ്യാഞ്ഞിട്ട്. ഇനി അവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ സഹോദരങ്ങൾ പോകാൻ സാധ്യതയില്ല. അതൊക്കെ അറിയാം ഈ ഉദയാഗിരിജയ്ക്ക്. അതുകൊണ്ടായിരിക്കാം നല്ല പൂ പറിച്ച് കളയുന്ന പോലെ തലക്കടിച്ചങ്ങ് തീർത്തത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഇദ്ദേഹം പറയുന്നുണ്ട്. ഇതും കൂടെ നിങ്ങളൊന്ന് കേട്ടോണേ. ഇത് നിയമപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതൊന്നും ഇവിടെ നടന്നിട്ടില്ല. കേട്ടോ. നിയമപരമായി 24 hours എങ്കിലും, ഏറ്റവും കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും മരണപ്പെട്ടതിന് ശേഷം ഈ ഡെഡ് ബോഡി മോർച്ചറിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇവരങ്ങനെ. പക്ഷേ ഇവിടെ ഈ ഒരു നസീമയുടെ ബോഡിയൊന്നും അങ്ങനെ സൂക്ഷിച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ കത്തിച്ചങ്ങ് തീർത്തു. കാരണം എങ്ങാനും ഇനി ഇത് ഡിലേ ആയി ഈ ശവസംസ്കാരം നടക്കാനോ എന്തിനാണെങ്കിലും വോട്ടവോ ആ ഒരു ബോഡി വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ പണി വരും എന്നറിയാം. അതുകൊണ്ട് തന്നെ ഒന്നുമില്ല, 24 മണിക്കൂറും പിന്നെ ഗിരിജ ചേച്ചിക്ക് ഈ നിയമമൊന്നും ബാധകമല്ലല്ലോ. മനസ്സിലായില്ലേ? തീർക്കുക, ദാറ്റ്സ് ഇറ്റ്. ഇനി ഇദ്ദേഹം നമ്മുടെ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അന്തേവാസിയായിട്ടുള്ള പെൺകുട്ടി, നമ്മുടെ ഗിരിജ മാഡം സ്വന്തം മകനെ കൊണ്ട് ഒരു വലിയ ജീവിതം കൊടുത്ത ആ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹം ഇനി പറയുന്നുണ്ട്. നമുക്ക് അത് കേൾക്കാം. ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം കല്യാണത്തിന് മുമ്പേ എനിക്കറിയായിരുന്നു. ഇവർ മകനെ കൊണ്ട് കെട്ടിക്കാൻ പോവുകയാണെന്നുള്ള വിവരം കെട്ടിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ പോലുള്ളവർക്ക് ഇതിൻ്റെ അറിവുണ്ടായിരുന്നു. ഇവരെന്ത് വരെയാണ് എത്തിപ്പെടുന്നതെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മകനെയും കൊണ്ട് ഇവരെ കെട്ടിക്കാൻ ഇവർക്ക് യാതൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ കേസ് പൊങ്ങി വന്നതുകൊണ്ട് ഏറ്റവും വലിയ പ്രയോജനം ആ കുട്ടിക്കാണ്, ആ പെൺകുട്ടിക്കാണ്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വിവാഹം നടത്തുക, 2-3 വർഷം കഴിഞ്ഞ് ഈ കൊച്ചിനെ തട്ടിക്കളയുക, ഇല്ലാതാക്കുക. അതിനുശേഷം സ്വന്തം മകന് ഇഷ്ടപ്രകാരമുള്ള വിവാഹം നടത്താൻ വേണ്ടിയാണ് അവരുടെ പദ്ധതി. പക്ഷെ അത് പൊളിഞ്ഞു. അതുകൊണ്ട് ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. ഇരയാക്കപ്പെട്ട പെൺകുട്ടി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അതിന് നമുക്ക് സോഷ്യൽ മീഡിയയെ ഒരുപാട് നന്ദി പറഞ്ഞേ മതിയാവും. ഈ സോഷ്യൽ മീഡിയ ഒരുപാട് തെറി പറയുന്ന ആളുകളുണ്ട്, പ്രത്യേകിച്ച് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളെ. പക്ഷേ ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇത്രയും റിയാക്ഷൻ ചാനൽസ് ഉള്ളത് കൊണ്ടും ഇത്രയും റിയാക്ഷൻ ചാനൽസ് റിയാക്ട് ചെയ്യുന്ന ആളുകൾ ഇവരുടെ ഈ ഒരു വിഷയം എടുത്ത് സംസാരിച്ചത് കൊണ്ടുമാണ് ഇപ്പോൾ ഇത്രയെങ്കിലുമൊക്കെ ഈ ഒരു വിഷയം എത്തിയത്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. റിയാക്ഷൻ ചാനൽസിലെ മാത്രം ഫോക്കസ് ചെയ്ത് തെറി പറയുന്ന കുറേ ആൾക്കാരുണ്ട്.
അവരാണ് മെയിൻലി ഒന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ ആ ഒരു പെൺകുട്ടിയുടെ കേസ്, ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വീഡിയോ അല്ലെങ്കിൽ രണ്ടാമത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു, ഞാൻ ഇതിലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരമ്മ വളരെ രണ്ടാമത്തെ വീഡിയോയിൽ, കാരണം ആദ്യത്തെ വീഡിയോ ഞാൻ ഇവർക്കെതിരെ ചെയ്തപ്പം തെറിവിളിയായിരുന്നു. 13 ദിവസം മുന്നത്തെ വീഡിയോ കിടപ്പുണ്ട്, പോയി നോക്കാം, സംശയമുള്ള ചേട്ടന്മാർക്കൊക്കെ പോയി നോക്കിക്കോ. തെറിവിളിയായിരുന്നു എനിക്ക്, മനസ്സിലായില്ലേ? എന്നിട്ടും ഞാൻ വളരെ മാന്യമായി രണ്ടാമത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞു, ചിലപ്പോൾ നമ്മുടെ ഈ ചേച്ചി വളരെ നല്ല ചേച്ചി ആയിരിക്കാം. കാരണം ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു പെൺകുട്ടിക്ക് സ്വന്തം മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഒരു ജീവിതം കൊടുത്തില്ലേ. അത് ഒരു സൈഡിൽ. എന്നാൽ വേറൊരു സൈഡിൽ ഞാനൊരു പോയിന്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, കല്യാണത്തിന് മുമ്പ് പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല, കെട്ടിയേ പറ്റൂ. അതുകൊണ്ട് ചിലപ്പോൾ കെട്ടിച്ചതായിരിക്കാം. ഇനിയിപ്പോൾ കെട്ടിച്ചില്ലായിരുന്നെങ്കിലോ വേറെന്തെങ്കിലും ആൾക്കാരൊക്കെ ഇടപെട്ട് വലിയ പ്രശ്നമായി കഴിഞ്ഞാൽ നാണക്കേടാവും. ഇതിപ്പോ 18 വയസ്സായപ്പോഴത്തേക്ക് സ്വന്തം മോനെ കൊണ്ട് കെട്ടിച്ചു, വലിയ പേരല്ലേ. പിന്നെ ഈ സാറ് പറഞ്ഞ പോലെ ചിലപ്പോൾ 2-3 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് കൊച്ചിനെ, ഇനിയിപ്പോൾ എന്തായാലും നടക്കത്തില്ല, കൊച്ചിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ രണ്ടും പെടും, ഓൾറെഡി പെട്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹം തന്നെ, ഈ സാറ് തന്നെ ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് ഇവരുടെ കോൺടാക്റ്റുകളെ പറ്റിയിട്ടൊക്കെ വലിയ പിടിപാടുകളൊക്കെയാണ്. ഇപ്പൊ തന്നെ മുങ്ങിയിരിക്കുകയല്ലേ. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നാറി തണക്കുമ്പോൾ വരും, ചിലപ്പോൾ നമ്മുടെയൊക്കെ ചാനലിന് സ്ട്രൈക്ക് വരെ തന്നേക്കാം. മനസ്സിലായോ? സോഷ്യൽ മീഡിയയിലുള്ള തന്നെ പല ആളുകൾ വഴിയൊക്കെ ചിലപ്പം വേറെ ആരെങ്കിലും ഒക്കെ കണ്ടുപിടിച്ച് ഈ സ്ട്രൈക്കൊക്കെ അടിക്കുന്ന ആളുകളെയൊക്കെ കണ്ടുപിടിച്ചിട്ട് സ്ട്രൈക്ക് തന്നേക്കാം നമുക്ക്. ചിലപ്പോൾ ആട് വളരെ എല്ലാവർക്കും പണി തരും, അതിനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ മാറിയിരുന്നിട്ട് നിങ്ങളെല്ലാവരും നോക്കിക്കോ, വരും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം അങ്ങനെ കിട്ടിയിട്ടുണ്ടേ നമുക്കൊക്കെ പണി. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അടൂര് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, കുറച്ച് പേർക്കെങ്കിലും ഓർമ്മ കാണും. ഒരു ഡിസൈനിങ് ഓർമ്മയുണ്ടോ? ഞാൻ അതിന്റെ പേരൊന്നും ഞാൻ ഇവിടോട്ട് അതിനും വലിച്ചിഴക്കുന്നില്ല. എവിടെ അതൊക്കെ ഒരുപാട് അവിടെ ജോലി ചെയ്തിരുന്ന കുട്ടികളെയൊക്കെ പറ്റിച്ചു, കാശ് കൊടുക്കാനെന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും റിയാക്ട് ചെയ്തതാ. എവിടെ? എന്ത് നീതി നടന്നു? എന്ത് നീതി നടപ്പിലാക്കി? ഒന്ന് പറ. ഇതുപോലുള്ള ഒരുപാട് ക്രൈമുകൾ ഉണ്ട് ഇവിടെ തെളിയാതെ പോകുന്നത്. കുറെ കാലമൊക്കെ നമ്മളിരുന്ന് സംസാരിക്കും, നിങ്ങളും കേൾക്കും. പക്ഷെ ഇതിൻ്റെയൊക്കെ അന്ത്യം എന്താണ്? ഞാൻ ഈ ചോദിക്കുന്നത് കുറച്ചു പേർക്കെങ്കിലും ഒന്ന് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറച്ചു പേരെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. ബാക്കി നമുക്ക് കേൾക്കാം. ആ സ്ഥാപനത്തിൽ വേറെ പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പീഡിപ്പിക്കപ്പെട്ടത് മാത്രമല്ല സംഭവം, ആ നടത്തിപ്പുകാർ തന്നെ ഒരു തെറ്റായ രീതിയിലാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പല ഉദാഹരണങ്ങളും വന്നു. അവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്ത ഒരു പയ്യനെ പോലും സ്വന്തം അമ്മയാണ് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത്. എൻ്റെ മോനെ അവിടെ കൂടെ കൊടുക്കാനുള്ളതല്ല, എൻ്റെ മോൻ അല്ല, സ്വന്തം അമ്മ പറയാം എൻ്റെ മോൻ നല്ല മോനാ, അവൾ പിഴച്ചതാണ്, ആ പിഴച്ചതിൻ്റെ കൂടെ ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ എൻ്റെ മോനെ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പെറ്റ തള്ള പറയുമ്പോൾ അത് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കാൻ പറ്റും. വളരെ മോശമായ രീതിയിലാണ് അവർ ജീവിച്ചത്. അത് അവരെങ്ങനെയും ജീവിച്ചോട്ടെ, അതിലൊന്നും നമുക്ക് പരാതിയൊന്നും ഇല്ല. പക്ഷെങ്കിൽ ഇതിനകത്ത് നമ്മുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം കൈപ്പറ്റുന്ന ഓഫീസർമാർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ഇവർക്ക് പങ്കായിട്ടും അവരുടെ പങ്ക് കൈപ്പറ്റാനും പോകുന്ന ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പർ സെക്രട്ടറി, എടുത്തു പറയണം, മെമ്പർ സെക്രട്ടറി, സാമൂഹ്യനീതി വകുപ്പ്, ഇന്നത്തെ പത്തനംതിട്ടയിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ, ഇവരൊക്കെ അവരുടെ പങ്ക് കൈപ്പറ്റുന്നവരാണ്. അവർ പങ്ക് കൈപ്പറ്റുന്നവരായതുകൊണ്ടാണ് അവർ സ്ഥിരമായിട്ട് അവിടെ പോകുന്നത്. കേട്ടല്ലോ, കഥകൾ പലതും കേട്ടല്ലോ. അവിടെ ഉണ്ടായിരുന്ന ഡ്രൈവറുമായിട്ട് വരെ ആയിരുന്നു ഈ ഒരു ഗിരിജ ആൻറ്റിക്ക്. അത് കൂടാതെ ഒരുപാട് ആളുകൾ, പ്രബലരായിട്ടുള്ള ആളുകൾ സ്ഥിരം അവിടെ വരുമായിരുന്നു. എന്തിന്? ഇത്രയും വലിയ ആളുകളൊക്കെ അവിടെ വന്നിട്ട് അവിടെ ഈ പല ആളുകൾക്കും, ഈ നസീമ പോലുള്ള ആളുകൾക്കൊക്കെ അവിടെ നേരിട്ടിരുന്ന ഉപദ്രവങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല? എന്തുകൊണ്ടാണെന്ന് റിപ്പോർട്ട് ചെയ്തില്ല? എന്തുകൊണ്ട് ഈ സ്ഥാപനം നേരത്തെ അടച്ചു പൂട്ടിച്ചില്ല? ഉത്തരമില്ല, ഒന്നിനും ഉത്തരമില്ല. ഇനി അടുത്ത ഒരു പോർഷൻ നിങ്ങൾ കേൾക്കുക. ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞതിൻ്റെ ആണോ അതിൻ്റെ മുമ്പലത്തെ ഒരു വീഡിയോയിലാണോ, ഞാൻ എവിടെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്ത്രീക്ക് ഇവർ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ, ഇവരുടെ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, അതോ ഇന്റർവ്യൂലാണ് ഇവർ പറയുന്നത് കേട്ടു, എൻ്റെ മകനും മരുമകൾക്കും താമസിക്കാനായി ഞാൻ പുതിയ വീട് വെച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ അന്ന് ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടുന്ന് ഇവർക്ക് ഇത്രയും കാശ്? എവിടുന്ന് ഇത്രയും കാശ്? ഇത് ഇദ്ദേഹവും പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേൾക്കുക.
ശരിക്കും എങ്ങനെയാണ് ഓർഫനേജ് നടത്തുന്ന ഒരാൾക്ക് ഇത്രയും സ്വത്തുക്കൾ കൈവശം വെക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ കിട്ടുന്നത്? അത് എൻ്റെ സംശയമാണ്. താങ്കൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയായതുകൊണ്ട് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ എൻ്റെ 18-19 വയസ്സിൽ തുടങ്ങിയ പരിപാടിയാണ്. എനിക്ക് ഒരു 2000 രൂപയോ 1000 രൂപ 10-30 വർഷം മുമ്പ് കിട്ടുമ്പോൾ ഞാൻ ഈ 2000 രൂപ തികയാതെ വേറൊരാളോട് 500 രൂപയുടെ വാങ്ങിയാൽ മാത്രമേ എനിക്ക് സേവന പ്രവർത്തനം ചെയ്യാൻ പറ്റത്തുള്ളൂ. വെറും വിഡ്ഢികളുടെ ലോകത്തിലാണ് കേരള മനുഷ്യർ ഓരോരുത്തരും ജീവിക്കുന്നത്. സേവനം ചെയ്യാൻ ഇറങ്ങിയാൽ അവർ കടപ്പെടുവല്ലാതെ ഒരിക്കലും അവർക്ക് സമ്പാദിക്കാൻ പറ്റത്തില്ല. എൻ്റെ കണ്ണുമുമ്പിൽ ഒരാൾ വിശന്നിരിക്കുന്ന എൻ്റെ മനസാക്ഷിക്ക് എനിക്ക് തോന്നിയാൽ ഞാൻ അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിരിക്കും, ഭക്ഷണം അവർക്ക് എത്തിച്ചിരിക്കും. അപ്പോൾ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ പണം വേണം. ഗുണ്ട സെറ്റപ്പ്. അവർ ഗിരിജയുടെ കാര്യം അങ്ങനെയല്ല. എനിക്ക് എൻ്റെ അറിവ് വെച്ച് ഞാൻ നോക്കുമ്പോൾ അവർക്ക് ഉദ്യോഗസ്ഥരുമായിട്ട് നല്ല പങ്കുണ്ട്. ഒന്ന്, ഇപ്പോൾ സസ്പെൻഷനിലായ ഒരാൾ, ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി, സാമൂഹ്യനീതി വകുപ്പ്, പിന്നെ ചിറ്റയം ഗോപകുമാർ, അവിടുത്തെ MLA ചിറ്റയം ഗോപകുമാർ. അവിടെ എന്തോ ഒരു സമീപകാലത്തൊരു പ്രശ്നം നടക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഭാഗം കണ്ടതാണ്. പെട്ടെന്ന് ഇദ്ദേഹം പറയുന്നത് MLA വിളിക്കടാ എന്നാ. MLA വിളിക്കടാ. MLA ഒക്കെ സ്വന്തം ആളാണെന്നാ കേട്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ സായി, നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ കണ്ടു. ഈ ചിറ്റയം ഗോപകുമാറിനെയൊക്കെ വെച്ചിട്ട് സായി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു, വിശദീകരിച്ച് സായി പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് പിടിപാടുകളാണ്. പിന്നെ അവരുടെ സ്വത്തുക്കൾ കഥകൾ കേട്ടല്ലോ. വേറെയും കുറെ കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. ഇവര് ഒരു അനാഥ മന്ദിരത്തിൽ ഈ പോയി പൈസയൊക്കെ കളക്ട് ചെയ്യുന്ന അങ്ങനെ എന്തോ ആളായിരുന്നു ഇവരുടെ തുടക്കകാലത്ത് ഈ ഒരു സ്ത്രീ. അതിനുശേഷം ഇവർ സ്വന്തമായ ഒരു സ്ഥാപനം നടത്തുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എവിടുന്നാണ് ഈ പൈസയൊക്കെ. ഇപ്പം അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഒരു സ്ഥാപനം നടത്തി പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെ കാരുണ്യ ഭവൻ പോലൊരു സ്ഥാപനമൊക്കെ നടന്നു പോകുമ്പോഴത്തേക്ക് ആളുകൾ കൊടുക്കുന്ന കൂടാതെ ചിലപ്പം സ്വന്തമായിട്ട് എവിടെന്നെങ്കിലുമൊക്കെ കടം മേടിച്ചിട്ടായിരിക്കും ഓരോരുത്തർ ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത്. നല്ലത്, ആളുകൾക്ക് നല്ലത് ചെയ്യാൻ ചെയ്യുന്നതല്ലേ. അപ്പോൾ പിന്നെ എല്ലാം അവിടെ തന്നെ ചിലവാകും. പക്ഷെ ഇവിടെ എല്ലാം തിരിച്ചാ. മകനും മരുമകൾക്കും പുതിയ വീട് വെച്ചു കൊടുക്കുന്നു, വൺ സെറ്റപ്പാ. എങ്ങനെ പറ്റുന്നു ഇതൊക്കെ? ആ ഒരു സ്ഥാപനത്തിൽ ക്രമക്കേടുകൾ ഉള്ളത് കൊണ്ട് തന്നെ പല വൃത്തികേടുകൾ, പറയാൻ പോലും പറ്റാത്ത പല കാര്യങ്ങൾ ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം പറയുന്നതിനകത്തൊക്കെ അദ്ദേഹത്തിൻ്റെ തെളിവുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് അതുവരെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇവരുടെ ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട്. നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം തെളിവില്ല. ഇതിപ്പോൾ ഇദ്ദേഹം വന്ന് ഇത്രയൊക്കെ പറയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിൻ്റെ തെളിവ് കാണും. ബാക്കി കേൾക്കാം. ഉദയഗിരിജ ഈ സ്ഥാപനം തുടക്കമിടുന്നതിന് മുമ്പ് നമ്മുടെ പത്തനാപുരം ഗാന്ധി ഭവനിലെ ഒരു ഏജൻറ്റ് വിഷയം എന്ന് വെച്ചാൽ ഏജൻറ്റായിട്ട് അവിടുത്തെ ഈ കളക്ഷൻ ചെയ്യുന്ന ഒരു സ്റ്റാഫായിട്ട് ജോലി ചെയ്ത ആളാണ്. പത്തനംതിട്ട ജില്ലയിൽ സ്ഥാപനം നടത്തുന്ന കുറേ പേരുണ്ട് അവിടെ ജോലി ചെയ്തവരാണ്. അതിലൊരാളായിരുന്നു ഉദയഗിരിജ. ഉദയഗിരിജയുടെ സ്വന്തം ആദ്യത്തെ ഭർത്താവ്, യഥാർത്ഥ ഭർത്താവ് മരണപ്പെട്ടത് ഉദയഗിരിജയുടെ അടുത്ത് വെച്ച് തന്നെ ഉദയഗിരിജയുടെ കാമുകൻ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. അതിൽ അവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അത് പോലീസ് ഇവളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ്. പകരം കാമുകൻ ശിക്ഷ അനുഭവിക്കുന്നു. കാമുകൻ ഇപ്പോഴും ജയിലില്ല. കാമുകന്മാർക്കാണ് പണി കിട്ടുന്നത് മൊത്തം, അല്ലയോ? ഇല്ല, ഞാൻ ജസ്റ്റ് ഒരു ഓവറോൾ ആയിട്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കേട്ടല്ലോ നിങ്ങൾ. സ്വന്തം ഭർത്താവ് പോയി, അതും കാമുകൻ തീർത്തു. എന്നിട്ട് ആ കാമുകനകത്ത് അവരിപ്പോഴും സൂപ്പറായിട്ട് വെളി നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം പോട്ടെ, എന്നിട്ട് പുതിയൊരുത്തനെ ഈ അടുത്ത് കെട്ടുകയും ചെയ്തു. അവനെപ്പറ്റിയും ഇദ്ദേഹം പറയുന്നുണ്ട്. ഭൂലോക ഗുണ്ട, എന്തോ മരത്തിൻ്റെ എന്തോ പരിപാടിയൊക്കെയാ, വലിയ സെറ്റപ്പുകളൊക്കെയാ കൂടെ ഉള്ളത്. നാളെ എല്ലാവരുടെയും ഇവിടെ റിയാക്ഷൻ ചെയ്യുന്ന ആളുകളുടെയൊക്കെ വീട്ടിൽ കത്തി വെക്കുമെന്ന് കണ്ടറിയുക. മനസ്സിലായോ? അങ്ങനെയുള്ള വലിയ കോണ്ടാക്റ്റുകളാണ്. ഇവർ അകത്ത് പോകും എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നില്ല. പിടിപാടുകളെ പറ്റി കേട്ടല്ലോ. എൻ്റെ ആകെയുള്ളൊരു പ്രാർത്ഥന, ഈ ഒരു കാര്യം ബാക്കി എല്ലാ അനാഥ മന്ദിരങ്ങളും അറിയുമ്പോൾ അവിടെ ഇതുപോലുള്ള ചെറ്റത്തരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ അവർക്ക് പറ്റണം. അതുപോലെ തന്നെ അധികൃതർ ഇനി എല്ലാ അനാഥ മന്ദിരങ്ങളും ഇടയ്ക്കിടയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു മാസം കൂടുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ തറോ ചെക്കിംഗ് നടത്തണം. കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് പറയാൻ സാധിക്കണം. അവരെ പേടിപ്പിച്ചൊന്നും ആരും അവിടെ നിർത്താൻ പാടില്ല. ഇതെല്ലാം കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ആവണം. പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ ജീവമാതയിലെ കുട്ടികൾ സേഫുമായി, നമുക്ക് ഇത്രയൊക്കെ മതി. ബാക്കി അവരുടെ കാര്യങ്ങൾ പോലീസ് നോക്കട്ടെ.
പറ്റുമെങ്കിൽ പിടിച്ച് അകത്തൊക്കെ ഇടുക. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്, എൻ്റെ മാത്രമുള്ള അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.